ഹലോ എവരി വൺ, വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടെക്നോ പാർക്കിനകത്ത് ഫ്രഷേഴ്സിന്റെ കുറച്ച് ജോബ് അപ്ഡേറ്റ്സ് കിടക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് ജോബ് അലേർട്ട്സ് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാക്കൻസീസ് എന്ന് പറയാം ഗൈസ്. അങ്ങനെ കുറച്ച് വാക്കൻസീസ് കിടക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഒരു 8 വാക്കൻസീസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. അത് ഈ ഒരു 8 വാക്കൻസി പറയുന്നതും നമ്മുടെ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള വാക്കൻസിയാണ്. അത് ട്രിവാൻഡ്രത്താണ് ഈ ഒരു വാക്കൻസി വരുന്നത്, അല്ല ടെക്നോ പാർക്കിനകത്താണ് ഈ ഒരു വാക്കൻസി വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വാക്കൻസി ആണോ വേണ്ടത് അതിൻ്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൈത്തൺ ഡെവലപ്പറിൻ്റെ ഒരു വാക്കൻസി നിങ്ങൾ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടെലികോളിംഗ് നോക്കുന്നുണ്ടെങ്കിൽ 2 കമൻറ്റും സെപ്പറേറ്റ് ആയിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലാണ് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരുള്ളൂ കേട്ടോ. രണ്ടും കൂടി ഒപ്പം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് റിപ്ലൈ തരാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ 8 വാക്കൻസീസ് ആണെന്ന് ഞാൻ പറയാൻ വേണ്ടി പോകണം കേട്ടോ. ആദ്യത്തെ വാക്കൻസി എന്ന് പറയുന്നത് MBA ഫ്രഷർ അല്ലെങ്കിൽ BBA ഫ്രഷർ വരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനോ ആണെന്നൊരു വാക്കൻസി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു BBA അല്ലെങ്കിൽ MBA മാർക്കറ്റിംഗ് ഫ്രഷേഴ്സിനാണ് ഈ ഒരു വാക്കൻസി വന്നിട്ടുള്ളത്. പോസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു വാക്കൻസിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാക്കൻസിലോട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഗൈസ്. പിന്നെ വരുന്ന ഒരു വാക്കൻസിയാണ് AI ട്രെയിനർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രെയിനർ എന്ന് പറയുന്നൊരു പോസ്റ്റിലോട്ടാണ് ഈ ഒരു വാക്കൻസി വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാക്കൻസി എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു AI എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട് കേട്ടോ. ക്രാഷ് കോഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഡാറ്റ സയൻസ് AI എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ട്, അത് ഡിഗ്രിയിൽ വരുന്ന കോഴ്സ് ഉണ്ട് കേട്ടോ. അത് പഠിച്ചിട്ട് ജോബ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ കസിൻസിനും ഇതേപോലെ ജോബൊന്നും സെറ്റ് ആയിട്ടില്ല ഗൈസ്. അപ്പം നിങ്ങൾ ഈ ഒരു ജോബ് സെർച്ച് ചെയ്യുന്നതിൻ്റെ ഒരുപാട് മിസ്റ്റേക്സ് വരുന്നുണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരോടത്തും പറയുന്ന ഒരു കാര്യമാണ്, പേഴ്സണലായിട്ട് പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഏത് കോഴ്സാണോ പഠിച്ചിരിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ്, ചിലപ്പോൾ ഒരു മൾട്ടി എന്താ പറയുക ജോബ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് മെഡിക്കൽ കോഡറായിട്ട് മാത്രമല്ല ഗൈസ് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, മനസ്സിലായോ? എനിക്കതിൽ മെഡിക്കൽ കോഡിങ് എന്താ പറയുക, അതുപോലെ തന്നെ പേയ്മെൻറ്റ് പോസ്റ്റിങ്ങിലോട്ട് പോവാം, അതുപോലെ തന്നെ മെഡിക്കൽ ബില്ലിങ്ങിലോട്ട് പോവാം. അങ്ങനെ ഒരുപാട് സെക്ഷൻസ് അതിൽ വരും, മനസ്സിലായോ? സബ്മിഷൻ അതൊക്കെ ഈ ഒരു കോഡിങ് കഴിഞ്ഞാലും ഒരു 5-6 പോസ്റ്റ് അത് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളും അന്വേഷിക്കുക നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിലോട്ട് തിരിയാം ഈ ഒരു കോഴ്സ് വെച്ചിട്ട് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെ നമ്മൾ ഒരുപാട് പോസ്റ്റിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു പോസ്റ്റിൽ കിട്ടിയിട്ടില്ലെങ്കിലും ആ ഒരു പോസ്റ്റ് ആ ഒരു ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റിലോട്ടൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ് ഒന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഗൂഗിളിലൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഏതൊക്കെ ഫീൽഡിലോട്ട് പോകാൻ വേണ്ടി പറ്റുന്നൊക്കെ നോക്കിയിട്ട് അത് വരുന്ന ഒരു പോസ്റ്റ് ഏതാണോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട്, പിന്നെ ഞാൻ പറയാറുള്ള പോലെ തന്നെ നിങ്ങളൊരു വെബ് പേജിൽ കയറിയിട്ട് ഏതൊരു കമ്പനിയാണ് നിങ്ങൾ നോക്കുന്നത് ആ ഒരു കരിയർ പേജിലോട്ട് കയറിയിട്ട് നിങ്ങൾ ജോബ് സെർച്ച് ചെയ്തിട്ട് അതിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വാക്കൻസി വന്ന AI ട്രെയിനർ ആയിരുന്നു. ടെക്നോ പാർക്കിലാണ് ഗൈസ് ഈ ഒരു വാക്കൻസി വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ വരുന്ന ഒരു വാക്കൻസിയാണ് പൈത്തൺ ഡെവലപ്പർ ട്രെയിനി ആയിട്ടുള്ളൊരു വാക്കൻസിയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു വാക്കൻസി വരുന്ന ടെക്നോ പാർക്കിനകത്ത് തന്നെയാണ്. അതുപോലെ തന്നെ പൈത്തൺ വേറൊരു വാക്കൻസിയും കൂടി വരുന്നുണ്ട് കേട്ടോ. പൈത്തണിൽ തന്നെ പൈത്തൺ ഡെവലപ്പർ ഫ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്കൻസി വരുന്നുണ്ട് കേട്ടോ. ആദ്യം പറഞ്ഞത് ട്രെയിനി ആണെങ്കിൽ രണ്ടാമത്തത് ഒരു ഫ്രഷറിൻ്റെ വാക്കൻസിയാണ്. ഓക്കെ, പിന്നെ വരുന്നൊരു വാക്കൻസി ടെറിട്ടറി സെയിൽസ് ഇൻറ്റേണിൻ്റെ ഒരു വാക്കൻസിയാണ് വരുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം ഗൈസ്, ഇതൊരു ഇൻറ്റേൺ ആണ്. ടെറിട്ടറി സെയിൽസ് ഇൻറ്റേണിൻ്റെ ഒരു വാക്കൻസിയാണ് വരുന്നത്. അതുപോലെ തന്നെ 3 to 6 months ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കേട്ടോ ഗൈസ്. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനെയാണ് ഇവർ നോക്കുന്നത്. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജോയിനേഴ്സിനെയാണ് ഈ ഒരു പോസ്റ്റിലോട്ട് നോക്കുന്നത് കേട്ടോ. ഈ ഒരു പോസ്റ്റ് വരുന്നത് നമ്മുടെ ടെക്നോ പാർക്കിനകത്ത് തന്നെയാണ്.
പിന്നെ ഇത് വരുന്നൊരു വാക്കൻസിയാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഇൻറ്റേൺ എന്ന് പറഞ്ഞൊരു വാക്കൻസിയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻറ്റേൺ ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റം സപ്പോർട്ട് ആൻഡ് അഡ്മിൻ്റെ ഒരു വാക്കൻസിയും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു 8 ജോബ് വാക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഫ്രഷേഴ്സിന് വേണ്ടിയുള്ള വാക്കൻസിയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ വാക്കൻസിയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ മോർ ഡീറ്റെയിൽസോ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ആ ഒരു പോസ്റ്റ് ഏതാണോ അതോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അല്ലെങ്കിൽ ആ ഒരു കോൺടാക്ട് മെയിൽ ID ഇതൊക്കെ മെയിൽ ID ആണ്. ഈ ഒരു മെയിൽ ID ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ജോബ് വാക്കൻസിയിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.